ഇന്നീ സന്നിധിയിൽ ദൈവമാതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെനി ഉദയകുമാർ. ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതാണ്, എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉദയകുമാർ, എനിക്കൊരു മകളാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിവിടെ വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലൊരു ഹോസ്പിറ്റൽ, ഡെൻ്റൽ ഹോസ്പിറ്റൽ HR മാനേജറായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് നടത്തുകയാണ്. കഴിഞ്ഞ 17 വർഷത്തോളമായി ഞങ്ങൾ അവിടെ തന്നെയാണ്. എൻ്റെ മകളെ ഞാൻ കഴിഞ്ഞ 1 വർഷമായി ഇവിടെ നാട്ടിൽ ഒരു ഡിഗ്രി കോഴ്സിന് ചേർത്തിരിക്കുകയാണ്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എല്ലാവരെ പോലെയും ഞാനും അടിച്ചുപൊളി ജീവിതവുമായി നടന്ന ഒരു വ്യക്തിയാണ്. അതിന് മെയിൻ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു. മാതാപിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കല്യാണം കഴിച്ച വീട്ടിലും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. അതിനാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് തീരെ കുറവായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഞാനെപ്പോഴും യൂട്യൂബിൽ ഹിന്ദി പാട്ടുകളും മൂവികളും കണ്ടുകൊണ്ട് അടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടായിരുന്നു എൻ്റെ ലൈഫിൻ്റെ ഗ്രാഫ് മാറിമറിയും എന്നുള്ളത്. ഞാൻ ഉയർന്ന ഗ്രാഫിൽ നിന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ ഗ്രാഫ് താഴേക്ക് വീഴാൻ തുടങ്ങി. 2020 കൊറോണ സംഭവിക്കുന്ന വർഷം മുതലാണ് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത്. 2020 ഞാൻ നാട്ടിലൊരു വീട് മേടിക്കുകയായിരുന്നു. ആ വീട് മേടിച്ചെന്ന് വെച്ചാൽ നല്ലൊരു പൈസയ്ക്ക് ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീട് മേടിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകുകയായിരുന്നു. അവിടെ ചെന്നൊരു 5 ദിവസം കഴിയുമ്പോഴാണ് കൊറോണ ലോക്ക്ഡൗൺ ആകുന്നത്. നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം പൂട്ടേണ്ടതായിട്ട് വന്നു. വലിയ ഒരു റെൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം റെൻ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ കടങ്ങൾ കയറി ബിസിനസ്സിൽ വലിയ തകർച്ചയുണ്ടായി. എനിക്ക് നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരാളുടെ ശമ്പളത്തിൽ ഞങ്ങൾ പിടിച്ചു നിന്നു. അപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. 2020 അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുന്നു, അറ്റാക്കായി. അതിനുശേഷം പെതുക്കെ എനിക്ക് തോന്നി എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഹിന്ദു പ്രാർത്ഥനകൾ അധികം അറിയില്ലായിരുന്നു. കാരണം ഞാൻ പുറത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ഭക്തിഗാനത്തോടായിരുന്നു എന്നും ആരാധനയും, കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നതും. അങ്ങനെ ഞാൻ ഹിന്ദു പ്രാർത്ഥനയിൽ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 2022 എൻ്റെ ഫാദർ, എൻ്റെ വലം കൈയായിരുന്ന എൻ്റെ പപ്പ ഇതുപോലെ അറ്റാക്കായി മരിക്കുന്നു. അതും എൻ്റെ 2ാമത്തെ തിരിച്ചടിയായി. ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരു സ്വന്തമായി ഒരു IT ബിസിനസ് നടത്തുന്ന ആളുകളായിരുന്നു. ഭർത്താവും ഭാര്യയും IT ബിസിനസ്. അവർക്കും വലിയൊരു തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ അവർക്കും എനിക്കോ കഴിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ബാധ്യതയിലായി. നാട്ടിലുണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്ന പൈസകളെല്ലാം ഞങ്ങൾ അവിടേക്ക് വലിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 എൻ്റെ ഹോസ്പിറ്റൽ, ഞാനൊരു HR മാനേജർ എന്ന ലെവലിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാ ലീഡിങ് പൊസിഷനും ചെയ്ത് ജീവിക്കണമായിരുന്നു. 2023 എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഗവൺമെൻറ് അക്രഡിറ്റേഷൻ എന്ന വർക്കിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങി. അതിൽ വൻ വിജയം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മോട്ടിവേഷനായിരുന്നു. കാരണം ഞാനത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന് വലിയ തകർച്ചയുണ്ടാകും. അങ്ങനെ ഞാൻ 2023 അതിനുവേണ്ടി 8 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൽ എനിക്കുണ്ടായ സ്ട്രെസ്സും മാനസിക ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഓവറോൾ പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. ഞാനൊരു സ്പോണ്ടലൈറ്റിസ് പേഷ്യൻ്റാണ്. സിവിയർ ഹെഡേക്കും, പെടലിക്ക് മുമ്പിൽ തല നിൽക്കില്ല, കിടന്നാൽ പോലും എനിക്ക് തല നിവർത്തി വെക്കാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. പെയിൻ കില്ലർ എടുത്തു തുടങ്ങി. എൻ്റെ ബാഗിൽ എപ്പോഴും പെയിൻ കില്ലർ ആയിരുന്നു. ഓവർ ഡോസേജ് ഓഫ് പെയിൻ കില്ലർ കാരണം എൻ്റെ മുട്ടിന് താഴേക്ക് കറുപ്പ് നിറം വ്യാപിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ 2023 ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരു സ്റ്റാഫ്, ഞാനായിട്ടെടുത്ത ഒരു സ്റ്റാഫാണ്. ഞാൻ ജോലിക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിലൊരു കൊന്ത ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ കൊന്ത? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവാണ്. അപ്പോഴും എനിക്ക് കൃപാസന മാതാവിനെ പറ്റി അധികം കേട്ടിട്ടില്ല. അതിന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അടുക്കളയിൽ നിൽക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഒരു റിലേറ്റീവ് ഈ കൃപാസന ഇവിടെ വരികയും ഇതിനെതിരെ നെഗറ്റീവ് പോസ്റ്റ് ഇടുകയും ചെയ്തു FBയിൽ. അത് കണ്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വന്ദിച്ചില്ലെങ്കിലും ആരെയും നിന്ദിക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് നിൻ്റെ ബന്ധു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആർക്കെതിരെയാണ്? അപ്പോൾ പറഞ്ഞു, കൃപാസനം. ഞാൻ ചോദിച്ചു, എന്താണ് കൃപാസനം? അത് ചേർത്തലയിലുള്ളൊരു പള്ളിയാണ്. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അതിന് പുറകെ പോയില്ല. പക്ഷേ ഞാൻ ഈ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റാഫ് എൻ്റെ അടുക്കൽ വരികയും എന്നോട് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ കൊന്തയാണ്,
മാഡത്തിന് ഞാനൊരു സാധനം തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പത്രമാണ് എനിക്കെടുത്ത് കയ്യിലേക്ക് തരുന്നത്. അന്ന് ആ പത്രം മേടിക്കുമ്പോഴും അതിനെന്ത് പ്രാധാന്യമുണ്ടെന്നറിയാതെ ഞാനത് കൊണ്ട് എൻ്റെ ദൈവങ്ങളുടെ അടുക്ക കൊണ്ടുവച്ചു. അത്രമാത്രം ഒരു ബോധം ഉണ്ടായിരുന്നു അത് അവിടെ വെക്കാവൂ എന്നുള്ളത്. അവിടെ വെച്ചു വായിക്കാതെ. അതിനുശേഷം യാദൃശ്ചികമായി യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ യൂട്യൂബ് തുറന്നാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാത്ത ഞാൻ എങ്ങനെ ഇത് കണ്ടു എന്നുള്ളത്. അച്ഛൻ്റെ പ്രസംഗം കേട്ട പുറകെ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഞാൻ ഇതിലേക്ക് എന്താണ് കൃപാസനം എന്ന് കേട്ടു തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്റ്റാഫിനോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് നാട്ടിൽ വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യ്. അത് എന്താണെന്നോ എങ്ങനെ ചെയ്യണമെന്നോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ സഹോദരനുണ്ടായ പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഞാൻ ഈ പങ്കെടുക്കുന്ന ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിൽ വിജയിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കറിയില്ല ലൈറ്റ് ക്യാൻഡിൽ ചെയ്തിട്ട് റിപ്ലൈ കിട്ടുമോ ഇല്ലയോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എങ്ങനെയാണ് മാതാവിനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. അന്നേരവും പ്രാർത്ഥിക്കുന്നില്ല, മാതാവേ എന്ന് മാത്രം വിളിക്കും, കൃപാസന മാതാവേ കാക്കണേ. ഞാൻ അവിടെ വരുമ്പോൾ അതെന്നെന്ന് എനിക്കറിയില്ല, വരുമ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാമെന്നൊരു വാക്ക് പറഞ്ഞു. 2024 ജൂണിൽ എൻ്റെ മകളെ ഹയർ സ്റ്റഡീസിനായി ഇവിടെ ചേർക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വരാനിരിക്കുമ്പോൾ പെട്ടെന്ന് BP ഷൂട്ടായി തുടങ്ങി. അതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു അസുഖവും ഇല്ലായിരുന്നു. BP ഷൂട്ടായപ്പോൾ അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നാട്ടിലേക്ക് പോകുകയല്ലേ, അവിടെ പോയി ഉള്ള ഡീറ്റെയിൽഡ് ചെക്കപ്പുകളൊക്കെ ചെയ്യൂ എന്ന്. അങ്ങനെ കോട്ടയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് കോട്ടയത്ത് വന്നൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അവർ ത്രെഡ്മിൽ റിക്വസ്റ്റ് ചെയ്തു. ത്രെഡ്മിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ത്രെഡ്മില്ലിൽ നിന്ന് ഫെയിൻ്റായി താഴെ വീഴുകയും അപ്പോൾ എൻ്റെ മകൾ മാത്രമായിരുന്നു ആ ഹോസ്പിറ്റൽ കൂടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു ഭാര്യ എവിടാണോ അല്ല നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഒന്നും കേൾക്കാതെ പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്, പുള്ളിയെ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പേസ് മേക്കർ വെക്കണം, എത്രയും പെട്ടെന്ന് പേസ് മേക്കർ വെക്കാം, ഞങ്ങൾക്കതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ വെയിറ്റ് ചെയ്യ്, ഞാൻ ബഹ്റിനിലാണ്, ഞാൻ വരട്ടെ, വന്നതിന് ശേഷം പേസ് മേക്കർ വെക്കാവൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട വന്നോളൂ. അപ്പോൾ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. ഞാൻ നേരെ എൻ്റെ ഹോളിലേക്ക് പോയി. സോഫയുടെ അരികിലാണ് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ കരഞ്ഞു, എൻ്റെ മാതാവേ ഞാൻ അവിടെ വന്നുകൊള്ളാം, എൻ്റെ ഹസ്ബൻഡിന് ഒരു അസുഖങ്ങളും ഉണ്ടാകല്ലേ, മരുന്നാൽ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ കാണാവൂ, എൻ്റെ പപ്പ പോയി, എനിക്ക് വേറെ ആരുമില്ല, അപ്പോൾ എനിക്ക് ആശ്രയമായി നീ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എങ്ങനെ ഞാൻ കയറി വരും, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഡോക്ടർ കഴിഞ്ഞ 18 വർഷമായി സഹോദരതുല്യനായി ഞാൻ കാണുന്ന വ്യക്തി എന്നോട് പറഞ്ഞു നീ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എൻ്റെ കളക്ഷനിൽ നിന്ന് എടുത്തുകൊണ്ട് നീ പൊക്കോളൂ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഫ്ലൈറ്റിന് ഇവിടെ വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിനെ പരുമല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കൊണ്ടുചെന്ന് ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ആദ്യം നമുക്ക് എൻജിയോഗ്രാം ചെയ്യാം, ഞാൻ സസ്പെക്റ്റഡ് ആണ്, കാരണം പുള്ളിക്ക് ഈ ഹൈറ്റും വെയ്റ്റും അതേപോലെ ത്രെഡ്മിൽ പോസിറ്റീവാണ്. അങ്ങനെ OT-യിലേക്ക് കയറ്റുമ്പോഴും ഞാൻ ആ വാതിക്കലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ, അത്ര മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുള്ളായിരുന്നു. അതിനുശേഷം ഡോക്ടർ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ OT-യിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു ഇങ്ങി വരൂ, ഇവിടെ ഇരിക്കുക, ഇതൊരു മിറക്കിളാണ്, നിങ്ങൾ നോക്കൂ. ആസ് എ മെഡിക്കൽ ഞാൻ അവിടെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് സ്ക്രീൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ പുള്ളിക്ക് ഒരു ബ്ലോക്ക് പോലും ഇല്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഞാൻ പോലും അത്ഭുതപ്പെടുന്നു, ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ വയ്യ എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകുക, കാരണം നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രയാസമാണ്. ഡിസ്ചാർജായി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, നോ എന്ന് പറയല്ലേ, എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൃപാസനത്തിൽ എത്തിക്കണം, എനിക്ക് പോകണം. അങ്ങനെ ഞാൻ ജൂൺ മാസം അവസാനം ഈ കൃപാസനത്തിൽ വരികയാണ്. ആദ്യത്തെ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ നടന്നില്ല, കാരണം ലേറ്റായിപ്പോയി. ഞാൻ പിന്നെ ജൂലൈ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എന്താണോ എങ്ങനെ പാലിക്കണമെന്നോ അറിയാത്ത ഞാൻ ഉറപ്പിച്ചു എന്ത് വന്നാലും ഞാനത് പാലിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു. എൻ്റെ നിയോഗങ്ങൾ എഴുതാൻ എനിക്ക് മലയാളം എഴുതാൻ അത്ര അറിയില്ല, അതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ കൂട്ടിക്കുഴച്ച്
കുഴച്ച് എഴുതി വെച്ചു. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെ നിയോഗങ്ങൾ അന്ന് എഴുതി. പക്ഷേ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമേ എന്നുള്ളതായിരുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകളായിരുന്നു. അതിൽ നിന്ന് എനിക്ക് റിക്കവറി പതുക്കെ വന്നു തുടങ്ങി. ഞാൻ ഒരാളുടെ ഏണിങ്ങിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറി. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയ പത്രം എൻ്റെ മാതാവിനോടോ എൻ്റെ ഹസ്ബൻഡ് അമ്മയോടോ ഞാൻ പറഞ്ഞില്ല ഞാൻ കൃപാസനത്തിലാണ് പോകുന്നത്. കാരണം എന്തെങ്കിലും നെഗറ്റീവ് പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പത്രം ആദ്യം കൊണ്ട് കൊടുത്തത് എൻ്റെ മമ്മിയുടെ കൈകളിലേക്കാണ്. കാരണം മാതാവല്ലേ, എൻ്റെയും അമ്മയല്ലേ, തടസ്സം വരില്ല. അങ്ങനെ ഞാൻ പത്രം കൊടുത്ത് ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മമ്മി ഇപ്പോൾ കൃപാസന മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഇന്ന് എൻ്റെ മമ്മി ജീവിക്കുന്നത് തന്നെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കൂടെയാണ്. രാവിലെ ജപമാല കേട്ടില്ലെങ്കിൽ എൻ്റെ മമ്മിക്ക് വെപ്രാളമാണ്. യൂട്യൂബോ ഒന്നും മമ്മിയുടെ ഒരു പ്രശ്നമല്ല. 75 വയസ്സായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ മാതാവിൻ്റെ ധൈര്യമാണെന്ന് കൃപാസന മാതാവ്. അതേപോലെ ഞാനെന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാനിന്ന് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നേടി. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുമ്പോൾ കഴിവെന്താണെന്നോ എന്താണ് എവിടുന്ന് വരുന്നതാണെന്നോ എന്നാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. നമ്മൾ പറയും എൻ്റെ മകൾക്ക് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവുണ്ട്, ഞങ്ങളിതെല്ലാം നേടി. പക്ഷേ ഇതൊന്നും കഴിവ് കൊണ്ടല്ല, കൃപ കൊണ്ട് നേടേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാലങ്ങളെടുത്തു. കൃപയില്ലെങ്കിൽ ഈ നേടിയതെല്ലാം പോകും. അതേപോലെ തന്നെയാണ് എനിക്കും സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ഇവിടുത്തെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഞാൻ സകല പോസിറ്റിവിറ്റി, എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും നിങ്ങളുടെ ഫേസിന് ഭയങ്കര തിളക്കമാണല്ലോ, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരും എന്നോട് നെഗറ്റീവ് പറഞ്ഞു, കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ആരെയും നെഗറ്റീവ് കേൾക്കില്ല. രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ മാനസിക പ്രയാസമാണ്. ജപമാല മുടങ്ങാതെ ചൊല്ലിത്തുടങ്ങി. ജപമാല എന്താണെന്നറിയാത്ത ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. പള്ളികളിൽ പോയി തുടങ്ങി, കുർബാനയ്ക്ക് കൂടിത്തുടങ്ങി. എനിക്കിപ്പോൾ ഒരു എനർജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്ന ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാ പെയിൻ കില്ലറുകളും എടുത്തു മാറ്റി. ഇന്നെൻ്റെ ബാഗിലിരിക്കുന്നത് തൈലമല്ലാതെ പിന്നെ ഈ കാണുന്ന കൊന്ത രാവും പകലും എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. ഇതുകൊണ്ട് ഞാൻ നേടിയതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ദൈവിക വിശ്വാസം എന്ന് പറയുന്നത്. അത് പക്ഷേ വേറെ എങ്ങും കിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഇതുപോലെ തന്നെ മാറിയൊരു വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരനും ഹിന്ദു വിശ്വാസമാണ്, അവനും ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് അവനും അവൻ്റെ വൈഫും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. രോഗം മാറാനായി. രോഗം വരിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രയാസം. അത് മാറ്റാനൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അച്ഛൻ എപ്പോഴും പറയും മെറിറ്റ് അല്ലേ, അതില്ലാന്നുണ്ടെങ്കിൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കഴിവിൽ അഹങ്കരിക്കരുത്. കഴിവൊന്നിനും ഒരു പ്രാധാന്യമുള്ളതല്ല. കൃപ തന്നെയാണ് വേണ്ടത്. ബലവും ദൈവത്തിൻ്റെ ദയയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പോകും. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്തു. ഞാനൊരു സ്ഥാപനത്തിൽ നിൽക്കുന്നിടത്തോളം ആ സ്ഥാപനം വലിയൊരു അക്രഡിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ 92% എബവ് ഗവൺമെൻറ്റിൻ്റെ സാക്ഷനോടുകൂടി ഞങ്ങൾ പാസ്സായി. എൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങൾ പകുതി കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടി. ഇപ്പോൾ ഞാനിവിടെ നിയോഗം പറയുവാനോ അല്ലെങ്കിൽ ഉടമ്പടി പുതുക്കുവാനോ വരാനിരുന്ന ആളല്ല. കാരണം എനിക്കിപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ചെറുതായിട്ടുണ്ട്. കാരണം വലിയ വലിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഓർക്കാപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി ഞാൻ അതിനുവേണ്ടി വന്ന ഞാനാണ്. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാതെ ഞാൻ തിരിച്ചു പോകില്ല, സാക്ഷ്യം പറയാതെ തിരിച്ചു പോകില്ല എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഈ പത്രങ്ങൾ, ബഹ്റൈനിൽ അറിയാവല്ലോ ഒരു മുസ്ലിം രാജ്യമാണ്, എങ്കിൽ പോലും പത്രങ്ങൾ കൊടുത്തു തുടങ്ങി. അതേപോലെ തന്നെ പാവങ്ങളായുള്ള മനുഷ്യർ റോഡ് സൈഡിൽ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ഇന്ത്യയിലാണ് പാവങ്ങൾ, അവിടെയൊക്കെ ഒത്തിരി പേര് റോഡ് സൈഡിൽ ആഹാരം കഴിക്കാനില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി പൊതിച്ചോറുകൾ മേടിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം, എല്ലായ്പ്പോഴും എന്നെക്കൊണ്ട് നടക്കില്ല, കാരണം ഞാൻ ഡ്യൂട്ടിയിലാണ് എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് എവിടെ നിന്നെങ്കിലും വഴിയിൽ ആരെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ വണ്ടി നിർത്തി ചോദിക്കും എന്താണ്, പുള്ളി ചോറ് മേടിച്ചു കൊണ്ട് കൊടുക്കും. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഏതൊരു സ്റ്റാഫ് എൻ്റെ അടുക്ക വന്ന് നെഗറ്റീവ് സംസാരിച്ചാലും ഞാൻ നെഗറ്റീവ് അല്ല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റായിട്ട് പോസിറ്റീവാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നേക്കാൾ കഴിയുന്ന അത്രയും രീതിയിൽ ഞാൻ എല്ലാവരോടും പറയും, വിഷമിക്കേണ്ട, കൃപാസനത്തിൽ പൊക്കോളൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും.
കുട്ടികളില്ലാത്തവർ വരുന്നുണ്ട്, മക്കളില്ലാത്തവർ ഒത്തിരി പേരുണ്ട് 10 വർഷങ്ങളോളമായിട്ട്. അവർ കരഞ്ഞു പറയും എൻ്റെ അടുക്കെ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോകുമോ കൃപാസനത്തിൽ? പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും കൃപാസനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം അതിന് മാതാവ് വിചാരിക്കണം. മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഓരോ വ്യക്തികളും ഇവിടെ വരത്തുള്ളൂ. എൻ്റെ അടുക്കുന്ന് സ്റ്റാഫ് പറയും ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വരും. തിരിച്ചു വരുമ്പോൾ അവർ വന്നിട്ടില്ല. എന്തേ പോകാഞ്ഞ്? നടന്നില്ല. അത് നടക്കില്ല. മാതാവ് വിചാരിക്കത്തോളം നമ്മൾക്കാർക്കും ഈ സന്നിധിയിൽ എത്തിപ്പെടാൻ പറ്റില്ല. എല്ലാവരോടും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കോടാനുകോടി നന്ദി. സങ്കീർത്തനം 91:14 നമ്മൾ വായിക്കാം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സെനി ഉദയകുമാർ എന്ന മകൾ ഈശോയുടെയും മാതാവിൻ്റെയും ഒരു വലിയ ഭക്തയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും ആ സാക്ഷ്യത്തിൽ നിന്ന്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് മൂല്യം കൊടുക്കാത്ത ഒരു ജീവിതമായിരുന്നു. എല്ലാ മെറിറ്റുകളും ഉണ്ടായിരുന്നു. ആ മെറിറ്റുകളെല്ലാം ഡീമെറിറ്റ് ആയപ്പോഴാണ് ദൈവത്തിൻ്റെ കാര്യം ഓർത്തത്. പതുക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയത്താണ് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുമുള്ള നിമിത്തമായി പലരും വരുന്നത് അവരുടെ ജീവിതത്തിലേക്ക്. ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ മറ്റാരോ ഇട്ട കമൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞു, നല്ലൊരു വാക്കാണ് ഹസ്ബൻഡ് പറഞ്ഞത്, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന്. നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് ഈ 2 വ്യക്തികളും. റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് വന്ന സ്റ്റാഫ് കയ്യിലൊരു കൊന്തയിരുന്നു. എന്താണ് കൊന്ത, എന്താണ് കൃപാസനം എന്ന് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് യാദൃശ്ചികമായിട്ട് യൂട്യൂബ് വന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കുന്നതാണ്, ആ കൊച്ചുമകൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. മാതാവ് വിളിക്കണം. ഇതെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു പ്ലാനുണ്ട്. ഈശോയുടെ അമ്മയുടെ ഒരു പ്ലാനാണ് ആ കുട്ടി അവിടെ ചേരാനും യാദൃശ്യമായിട്ട് ഫേസ്ബുക്ക് കാണാനും യൂട്യൂബിനകത്ത് അച്ഛൻ്റെ ടോക്ക് കാണാനും. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവമാണ് അവർക്ക് കൊടുത്തത്. അത് മനസ്സിലാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത്. പിന്നെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു, എന്താണെന്ന് പഠിച്ചു, അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രോഗാവസ്ഥയിലും ഹസ്ബൻഡ് ക്രിട്ടിക്കലാണെന്ന് കേട്ടപ്പോഴും അവർക്കൊരു പ്രാർത്ഥന അറിയാവുള്ളൂ, മാതാവെ കാത്തുകൊള്ളണേ എന്ന്. ആ പ്രാർത്ഥന ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. ഈശോയും മാതാവും അവരുടെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കാരണം അവർ ഈശോയുമായിട്ട് തൊട്ട് നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭിച്ചത്. ഹസ്ബൻഡ് രോഗം സൗഖ്യമായി വന്നപ്പോൾ ആദ്യമായി ചോദിച്ച ഒരു കാര്യമാണ്, എന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകണമെന്ന്. പറഞ്ഞതുപോലെ തന്നെ 2 പേരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥന തുടങ്ങി. ആ മകളുടെ ആദ്യത്തെ പത്രം കൊടുത്തത് തന്നെ സ്വന്തം അമ്മയ്ക്കായിരുന്നു. വീട്ടിൽ കൊണ്ടുചെന്ന് അമ്മയ്ക്കാണ് പത്രം കൊടുത്തത്. പിന്നീട് അവരുടെ ഉടമ്പടി ജീവിതമാണ് നമ്മൾ കേട്ടത്. ഒത്തിരി പെയിൻ കില്ലറുകൾ കഴിച്ചിരുന്നു. ഇപ്പോഴവരുടെ ബാഗിൽ എല്ലാ പെയിൻ കില്ലറും മാറ്റി അതിന് പകരം തൈലവും കൊന്തയുമാണ് കയ്യിലിരിക്കുന്നത്. ആ കുട്ടി പിന്നെയും പറഞ്ഞു, ഇവിടെ വരാനായിട്ട് സ്വയം തീരുമാനിച്ചാൽ പറ്റുകയില്ല, ദൈവത്തിൻ്റെ ഒരു വിളി വേണം. ഉറച്ച വിശ്വാസത്തിൽ അർപ്പിച്ച ഈ ജീവിതം ദൈവത്തിൻ്റെ കൃപയല്ലാതെ നമുക്കാർക്കും ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വരാൻ സാധിക്കുകയില്ല. അവർക്കത് പൂർണ്ണമായി വിശ്വസിച്ചു. പലരും നിമിത്തമാണ് നമ്മളിവിടെ പലരും ഇവിടെ വന്നിരിക്കുന്നത്, പല കാരണത്താൽ. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, ആത്മീയമായിട്ട് ദൈവവിശ്വാസം വർദ്ധിക്കാനായിട്ട് സാധിച്ചു ഉടമ്പടിയിൽ കൂടി. അത് വേറെ എങ്ങും കിട്ടില്ല. പല മെറിറ്റുകളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവവിശ്വാസം എന്ന പുണ്യം അത് നമ്മൾ ഇവിടെ മാത്രം ആത്മീയമായിട്ട് ദൈവത്തോടും മാതാവിനോടും അടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ്. പോസിറ്റിവിറ്റി ജീവിതത്തിൽ എല്ലാം നല്ലതെന്ന് കരുതാനുള്ളതും മറ്റുള്ളവരോട് കരുണ തോന്നാനുള്ള ആ മനസ്ഥിതി, ഇതെല്ലാം ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയോ? അമ്മയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനാണ്
അവരുടെ ജീവിതാവസാനം വരെ അമ്മയോട് ചേർന്ന് നിന്ന് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നാണ് അവർ പറഞ്ഞത്. ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഇവർക്ക് കൊടുത്ത രോഗശാന്തിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.